പ്രിയമുള്ള വിദ്യാർത്ഥികളെ, പോർട്ട്ഫോളിയോ തയ്യാറാക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലത്ത് ഒരു പോർട്ട്ഫോളിയോ ഓൺലൈനായിട്ട് തയ്യാറാക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നമ്മൾ 1ാം വർഷം നമ്മുടെ PPT ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. PPT എന്നാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. ഓർമ്മയില്ലേ? വേഡ് ഡോക്യുമെൻ്റ് ചെയ്യാനും എക്സലിൽ വർക്ക് ചെയ്യാനും ഒക്കെ പഠിച്ചത്. ആ കൂട്ടത്തിൽ കുറച്ച് സ്ലൈഡ്സ് ഉണ്ടാക്കാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്ലൈഡ്സ്. ഇതിനെ ഷോർട്ടായിട്ടും നമ്മൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ ടേം എന്നുള്ള രീതിയിൽ, ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടേം എന്നുള്ള രീതിയിൽ PPT എന്ന് പറയാം. അപ്പോൾ ഈ PPT ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ സിസ്റ്റം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാം. അതിന് തന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു ഓൺലൈൻ മോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ PPT ഉപയോഗിച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ എങ്ങനെ തയ്യാറാക്കാം, അതിനെ ഓൺലൈനായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, നമ്മളുണ്ടാക്കിയ പോർട്ട്ഫോളിയോ നമ്മുടെ മിസ്സിന് എങ്ങനെ ഷെയർ ചെയ്യും, ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് ഗൂഗിൾ സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ സ്ലൈഡ്സ് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഏറ്റവും നല്ല ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സിൽ എങ്ങനെയാണ് ഒരു ചെറിയ പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിനായി നമ്മുടെ ഫോണിൻ്റെ പ്ലേ സ്റ്റോറിലേക്ക് പോയാലോ. ഗൂഗിൾ സ്ലൈഡ്സ് എന്ന ഓപ്ഷനിലേക്ക് പോയി അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഗൂഗിൾ സ്ലൈഡ്സ്. ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ചെയ്യുക. താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലസ് ചിഹ്നം കണ്ടില്ലേ, അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചൂസ് ടെംപ്ലേറ്റ്, ന്യൂ പ്രസൻറ്റേഷൻ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് കാണാൻ കഴിയും. ചൂസ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കൂ. വളരെ മനോഹരമായ കുറേ ഫോർമാറ്റുകൾ ഓൾറെഡി തയ്യാറാക്കിയത് കാണാം. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ന്യൂ പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്താൽ ഒരു സ്ലൈഡ് വരും, ഒരു പുതിയ സ്ലൈഡ് വരും. സ്ലൈഡ് വന്നല്ലോ അല്ലേ? ഡബിൾ ടാപ്പ് ടു ആഡ് എന്നാണ് അവിടെ കിടന്നത്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അവിടെ കേഴ്സർ വന്നു. ആ ഒരു കേഴ്സറിൽ വന്ന് ഞാൻ മൈ പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്തു. മൈ പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് താഴെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരും കൊടുത്തു, രാഹുൽ ആർ. ഈ സ്ലൈഡിനെ ഒന്നുകൂടെ സുന്ദരമാക്കാവുന്നതേ ഉള്ളൂ. താഴെ വന്നാൽ നമ്മൾ MS വേർഡിൽ കിടക്കുന്ന എല്ലാ ഓപ്ഷൻസും താഴെ നമുക്ക് കാണാൻ പറ്റും. ഫോണ്ട് സൈസ്, കളർ ചേഞ്ച് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മളത് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ആഡ് ചെയ്ത് അതിനെ ഒന്നുകൂടി മനോഹരമാക്കി എടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ മൈ പോർട്ട്ഫോളിയോയ്ക്ക് ഓറഞ്ചും താഴെ ബ്ലൂവും ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് കേഴ്സർ വരുന്നു. അവിടെ ഞാൻ മൈ പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്യുന്നതാണ് കാണുന്നത്. ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീബോർഡ് താഴെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ കീബോർഡിന് മുകളിലായിട്ട് ബോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. വേർഡിലെ ഓപ്ഷൻസ് ബോൾഡ്, അണ്ടർലൈൻ, കളറിങ്ങിനുള്ള ആൽഫബറ്റ് കളറിങ്, ഒരു പെൻ ഐക്കൺ, അലൈൻമെൻറ്റിനുള്ള ഷേപ്സ് എല്ലാ ഷേപ്സും ഇവിടെ കാണാം. അതേപോലെ തന്നെ ബേസിക്, തീം, കസ്റ്റം എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മൈ പോർട്ട്ഫോളിയോ രാഹുൽ ആർ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു കോളം, ആ കോളം ഒന്ന് കളർഫുൾ ആക്കാനാണ് മിസ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനതിൻ്റെ താഴെയുള്ള ഓപ്ഷൻസിലേക്ക് പോകും. ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ താഴെ വലത്തെ അറ്റത്ത് 3ാമതായിട്ട് ഫിൽ കളർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ആ ടേബിൾ സെലക്ട് ചെയ്തു. ഫിൽ കളർ ഓപ്ഷനിൽ വന്ന് ഒരു കളറ് സെലക്ട് ചെയ്തു, യെല്ലോ. അപ്പോൾ അത് ഫില്ലായി. അതുപോലെ ഫോണ്ടിൻ്റെ കളറ് ഞാൻ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. പിന്നെ താഴെയുള്ള കോളം വീണ്ടും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അതിനായിട്ട് ഞാനൊരു ഓറഞ്ച് കളറ് മാർക്ക് ചെയ്തു. അപ്പോൾ അവിടെയും ഫില്ലായി. കാണുന്നുണ്ടല്ലോ, ഫിൽ കളർ എന്ന ഓപ്ഷൻ നമുക്ക് കാണാം. ഈ സ്ക്രീനിൽ ഫിൽ കളർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. സൈഡിൽ മാർജിൻ ഏരിയയിൽ നമ്മൾ കാണുന്നത് നമ്മളെടുത്ത ഫസ്റ്റ് സ്ലൈഡാണ്. 1 എന്ന ഒരു നമ്പറിൽ സ്ലൈഡ് കാണുന്നു. വീണ്ടും ഒരു സ്ലൈഡ് കൂടെ ആഡ് ചെയ്യണം. ഇതിനായി മാർജിൻ ഏരിയയിൽ താഴെയുള്ള പ്ലസ് ചിഹ്നത്തിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ബോക്സ് വരികയാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് എത്ര കോളംസ് വേണമോ അത്രയും കോളംസ് ഉള്ള ഒരു സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 3 കോളമുള്ള ഒരു സ്ലൈഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ കോളത്തിന് ഞാൻ വീണ്ടും കളേഴ്സൊക്കെ ഫില്ല് ചെയ്ത് മനോഹരമാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഇതൊരു പോർട്ട്ഫോളിയോ ആണ്. രാഹുൽ ആറിനെ പറ്റി പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ. അപ്പോൾ ഞാനതിന് ബ്ലൂവും ഓറഞ്ചും ഷെയ്ഡ് കൊടുത്തു, കളർഫുള്ളാക്കി. ഇനി ഈ സെയിം ഒരു 2 സ്ലൈഡ് കൂടി എനിക്ക് വേണം. ഇതിനായി ഈ സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആ 2 എന്ന് മാർജിനിൽ കിടക്കുന്ന സ്ലൈഡ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. മുകളിൽ ഒരു സിസേഴ്സ് കാണാം, പിന്നെ ഒരു കോപ്പി ഐക്കൺ കാണാം, ഒരു പേസ്റ്റ് ഐക്കൺ കാണാം, പിന്നെ നമ്മൾ ഡിലീറ്റ് ബട്ടണും കാണാം. അപ്പോൾ ഞാൻ 2 എന്ന് പറയുന്ന സ്ലൈഡ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സിസേഴ്സിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന കോപ്പി ഓപ്ഷൻ സെലക്ട് ചെയ്തു, ടച്ച് ചെയ്തു, തിരിച്ചു കൊണ്ടുവന്ന് 3 എന്ന് പറഞ്ഞ ആ പോയിന്റിൽ കൊണ്ടുവന്ന് ഞാൻ വീണ്ടും പേസ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒരു കോപ്പി കൂടെ വന്നു. ഇനി ഒരെണ്ണം കൂടെ വേണം. അതായത് ഒരു താങ്ക് യു കൊടുക്കാനായിട്ട് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് കൂടെ വേണം. അതിന് ഞാൻ വീണ്ടും മുകളിൽ വന്ന് പ്ലസ് ബട്ടണിൽ ടിക്ക് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു പുതിയ സ്ലൈഡ് കിട്ടി. 4ാമത്തെ സ്ലൈഡും മാർജിനിൽ വന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ഇപ്പം 4 സ്ലൈഡാണ് നമ്മൾ മാർജിനിൽ കാണുന്നത്. ഇടയ്ക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ പോയി ടിക്ക് മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മാർജിൻ്റെ മുകളിലായി ഒരു നീല ടിക്ക് മാർക്ക് കാണുന്നില്ലേ? അവിടെ ഞാൻ ഇടയ്ക്ക് പോയി ടിക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പേജ് കാണുന്നുണ്ടല്ലോ, പേജിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ. ആരോ മാർക്സ് ഉണ്ട്, ഒരു പ്ലസ് ഉണ്ട്. ആ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ സ്ലൈഡ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പേജ് സെറ്റ് ചെയ്യാനുള്ള ചില ഐക്കൺസ് ഫോണിൽ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഫോൺ ഒന്ന് ചരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഒന്ന് ചരിച്ച് പിടിച്ചാൽ കുറച്ചുകൂടി നമുക്ക് സ്പേസ് കിട്ടും. ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും താഴെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് രാഹുൽ ആറിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. രാഹുൽ ആർ പറയുകയാണ് ആംബിഷ്യസ് ഇൻ ട്രാവൽ ഫോട്ടോഗ്രാഫി. രാഹുൽ ആറിൻ്റെ ആംബിഷൻ ട്രാവൽ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ രാഹുൽ ആർ പറയുന്നു ആംബിഷ്യസ് ഇൻ ട്രാവൽ ഫോട്ടോഗ്രാഫി. ഞാൻ ആ സെക്കൻഡ് സ്ലൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി രാഹുലിനെ പറ്റി എന്തെങ്കിലും പറയണ്ടേ? എന്താ പറയുക? ഒരു ഫോട്ടോ കൊടുത്താലോ? ഓക്കെ, ഫോട്ടോഗ്രാഫി അല്ലേ ഇഷ്ടം? ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗ്യാലറിയിൽ പോകുന്നു, സെലക്ട് ചെയ്യുന്നു രാഹുൽ. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് അവിടെ വെച്ചു. ആംബിഷ്യസ് ഇൻ ട്രാവൽ ഫോട്ടോഗ്രാഫി. ഈ ലോകം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രാഹുൽ ആർ. ഇനി അടുത്ത കോളം ഒന്ന് ഫില്ല് ചെയ്യണമല്ലോ. എന്താ വയ്ക്കുക? വീണ്ടും ഞാൻ എൻ്റെ ഗ്യാലറിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ആംബിഷ്യസ് ഇൻ ട്രാവൽ ഫോട്ടോഗ്രാഫി. നല്ല സ്യൂട്ടബിളായിട്ടുള്ള ഫോട്ടോ ഇവിടെ വന്നില്ലേ? ഇനി അലൈൻമെൻറ്റൊക്കെ ഓക്കെ ആണല്ലോ, കറക്റ്റായിട്ടൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഇമേജ് ഒന്ന് ഞാനൊന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്തിട്ട് ഇമേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മൂവ് ചെയ്തു. അടുത്ത 3ാമത്തെ സ്ലൈഡിലേക്ക് പോവുകയാണ്. ഇനി അവിടെ എന്താണ് ചെയ്യേണ്ടേ? രാഹുലിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങ് ടൈപ്പ് ചെയ്യുകയാണ് ഞാൻ. എക്സ്പ്ലോറിങ് നേച്ചർ. ട്രാവൽ ഫോട്ടോഗ്രാഫർ അല്ലേ? അപ്പോൾ പ്രകൃതിയെ അറിയുക. എക്സ്പ്ലോറിങ് നേച്ചർ. ഭയങ്കര അംബിഷനാണ് എനിക്ക്. പ്രകൃതിയെ അറിയണം, പ്രകൃതിയോട് അടുത്ത് ഇടപഴകണം, പ്രകൃതിയുടെ അത്ഭുതങ്ങളൊക്കെ എനിക്ക് എൻ്റെ ക്യാമറയിലേക്ക് പകർത്തണം എന്ന് ചിന്തിക്കുന്ന രാഹുൽ ആറിന് വേണ്ടി നമുക്ക് ഒരു കോളം കൂടെ പിടിച്ചിട്ടു ഒരു ഇമേജ് കൂടെ ഇടാം. അല്ലേ വേണ്ട, ഒരു വേർഡ്സ് ഇടാം. ഇമേജും വേർഡ്സും ആയിക്കോട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ പറയുന്നത് എന്താണ്? പ്ലീസ് ലീവ്
നത്തിങ്, ഒന്നും അവിടെ ഉപേക്ഷിക്കരുത്. ബട്ട് യുവർ ഫുട് പ്രിൻറ്റ്സ്, നിങ്ങളുടെ കാൽപ്പാടുകൾ മാത്രം. നിങ്ങൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കാൽപ്പാടുകൾ മാത്രം അവിടെ നിങ്ങൾ ഉപേക്ഷിക്കുക. കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളോ സ്നാക്സ് കഴിച്ച പ്ലാസ്റ്റിക് കവറുകളോ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു വേസ്റ്റും നമ്മളവിടെ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ അവിടെ നിന്ന് സ്വന്തമാക്കുന്നത് ആ പ്രകൃതിയുടെ സൗന്ദര്യവും ആ ഒരു എക്സ്പീരിയൻസും മാത്രമാണ്. നമ്മളവിടെ ഉപേക്ഷിക്കുന്നത് നമ്മുടെ കാൽപ്പാടുകൾ മാത്രമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു മെസ്സേജ് കൊടുക്കുന്ന രാഹുൽ ആറിൻ്റെ ഒരു തോട്ടാണ് രാഹുൽ ആർ അവിടെ ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് ഒരു മെസ്സേജ് വേണ്ടേ, കുറച്ച് പിക്ചേഴ്സ് മതിയോ, നമുക്ക് ടൈപ്പ് ചെയ്യണ്ടേ? നമ്മൾ വീണ്ടും അടുത്ത കോളം സെലക്ട് ചെയ്തിട്ട് ആ കോളത്തിലേക്ക് നമുക്ക് രാഹുൽ ആറിൻ്റെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പിങ്ങിന് വളരെ എളുപ്പമാണ്. നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലൂ ബോക്സ് കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കീബോർഡ് അവിടെ വരും. നമുക്ക് വേണ്ടുന്ന വേർഡ്സ് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ലാൻഡ്സ്കേപ്പായിട്ട് ഫോൺ ചരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്രീനിൽ നിങ്ങൾ കുറച്ചുകൂടെ കൺവീനിയൻ്റായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇനി വളരെ കളർഫുള്ളാണ്. ഇനി നമുക്ക് നാലാമത്തെ, നമ്മളിപ്പം ജസ്റ്റ് ഡ്രാഫ്റ്റ് ആണല്ലോ ഇത്, നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. അപ്പം നാലാമത്തെ സ്ലൈഡിലേക്ക് വരികയാണ്. നാലാമത്തെ സ്ലൈഡിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴായാലും നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം വന്നിട്ട് ഒരു താങ്ക് യു പറയണം. അപ്പോൾ ആ താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ എൻഡ് പേജിൽ വന്ന് താങ്ക് യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും ഞാനൊരു ആ പുതിയ സ്ലൈഡ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൽ കളർ ഫില്ല് ചെയ്തു. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫോണ്ട്, നമ്മളെടുക്കുന്ന ആൽഫബറ്റിൻ്റെ രീതികൾ മാറ്റണമെങ്കിൽ, ഫോണ്ടിൻ്റെ പാറ്റേൺ മാറ്റണമെങ്കിൽ കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കോമിക് സാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് എടുത്തത്. അത് വെച്ചിട്ട് താങ്ക് യു ചെയ്തു. പിന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ എല്ലാം കൺവെൻഷണലായിട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? ഈ വ്യത്യാസം വരുത്താനായിട്ട് ഞാൻ വീണ്ടും മൂന്നാമത്തെ നമ്മുടെ സ്ലൈഡിലേക്ക് പോയിട്ട് ആദ്യം സെറ്റ് ചെയ്ത ആ ഓറഞ്ച് ബോക്സ് ഞാൻ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുമ്പം അവിടെ നമുക്ക് ഒരു ലൈൻ കിട്ടും. അതിനെ പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനൊന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ തയ്യാറായി. നമ്മുടെ സ്ലൈഡിന് സ്യൂട്ടബിളായിട്ടുള്ള ഫയൽ നെയിം കൊടുക്കാനുണ്ട്. മുകളിൽ നമ്മൾ കാണുന്നുണ്ട് അൺടൈറ്റിൽഡ് പ്രസൻറ്റേഷൻ എന്നാണ് കിടക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പഠിച്ചു വരുന്നത് കൊണ്ട് ഇപ്പോൾ അവസാനം ഫയലെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫയൽ നെയിം കൊടുക്കാനായിട്ട് എടുക്കുകയാണ്. ഇതിനായിട്ട് നമ്മൾ മുകളിലേക്ക് ചെന്ന് അൺടൈറ്റിൽഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഈ റീനെയിം പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ബോക്സ് വരും. അവിടെ നമ്മൾ നമ്മുടെ ഫയൽ നെയിം മൈ പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഈ സ്ലൈഡിലേക്ക് നോക്കൂ. മൈ പോർട്ട്ഫോളിയോ എന്ന ഫയൽ നെയിം മുകളിലുണ്ട്. താഴെ നമ്മുടെ സ്ലൈഡ് കിടപ്പുണ്ട്. ഒന്നാമത്തെ സ്ലൈഡ് ഇങ്ങനെയാണ്, മൈ പോർട്ട്ഫോളിയോ രാഹുൽ ആർ. നമ്മൾ ചെയ്തെടുത്ത രണ്ടാമത്തെ സ്ലൈഡ് ഇതാണ്, ആംബിഷ്യസ് ഇൻ ട്രാവൽ ഫോട്ടോഗ്രാഫി. ആ പിക്ചർ, ആ മെസ്സേജ് ബോക്സും ഇവിടെ കാണാമല്ലോ. മൂന്നാമത്തെ സ്ലൈഡ് കണ്ടോ, എക്സ്പ്ലോറിങ് നേച്ചർ. അവിടെ നമ്മൾ പ്ലീസ് ലീവ് നത്തിങ് ബട്ട് യുവർ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പിക്ചറും നമ്മുടെ ഒരു മെസ്സേജ് ഉണ്ട്, ഷൂട്ട് വിത്ത് യുവർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യൂ. എക്സ്പ്ലോർ ദി ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സൗന്ദര്യം എക്സ്പ്ലോർ ചെയ്യൂ. ലീവ് യുവർ ഫുട് പ്രിൻറ്റ്സ് ഓൺലി, നമ്മുടെ ഫുട് പ്രിൻറ്റ്സ് മാത്രം, കാൽപ്പാടുകൾ മാത്രം അവിടെ ഉപേക്ഷിക്കൂ എന്നൊരു മെസ്സേജ് ഉണ്ട്. ആ ഒരു സ്ലൈഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നാലാമത്തെ ലാസ്റ്റ് സ്ലൈഡിൻ്റെ വ്യൂ ആണ്. ഇത് കുറച്ചുകൂടെയൊക്കെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്ത സ്ലൈഡ് നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് വാട്സപ്പിലേക്കോ മെയിലിലേക്കോ അയക്കാം. അതിനായി നമ്മൾ മുകളിൽ വന്നിട്ട് അവിടെ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. 3 ഡോട്ട് കിടപ്പുണ്ട്. ആ ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ 3 കുത്തുകൾ, താഴേക്ക് 3 കുത്തുകൾ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓപ്ഷൻസ് വരും. ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെൻഡ് എ കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വാട്സപ്പ് സെലക്ട് ചെയ്താൽ ഇത് വാട്സപ്പിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും.
നമ്മളിപ്പോൾ ഉപയോഗിച്ച ആ 3 ഡോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗൂഗിൾ പ്ലസ് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് നമ്മുടെ ഡ്രാഫ്റ്റ് ഷെയർ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഗൂഗിൾ മീറ്റിങ്ങിലാണെന്ന് വിചാരിക്കൂ. നമുക്ക് നമ്മുടെ മീറ്റിങ്ങിൽ ഒരു സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യണം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഓപ്ഷൻ ലഭിക്കാനായി മുകളിൽ നമ്മൾ ആ 3 ഡോട്ട്സ് എടുത്തു, ഗൂഗിൾ പ്ലസ് എടുത്തു. അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതുപോലെ ലഭ്യമാകും. നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് പ്രസൻറ്റ് ഓൺ ദിസ് ഡിവൈസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടു എ മീറ്റിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് മീറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ സ്ക്രീൻ ഈസിയായി സ്മൂത്തായി ഷെയർ ചെയ്യാനായിട്ട് കഴിയും. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഒരു പക്ഷേ നമ്മുടെ എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഒരു ഓൺലൈൻ പ്രസൻറ്റേഷനാണ് എന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മളിത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഗൂഗിൾ സ്ലൈഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പവർ പോയിൻ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഏകദേശ ധാരണ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിൾ സ്ലൈഡിലേക്ക് പോയി ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങളുടെ ടീച്ചറിനെ അറിയിക്കുക. ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി ഒരു നല്ല പവർ പോയിൻ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനം വീട്ടിലിരുന്ന് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഗൂഗിൾ സ്ലൈഡ്സ് ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. സാമ്പിൾ വർക്ക് ചെയ്യാനുള്ള സഹായം ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുള്ള പക്ഷം നിങ്ങളുടെ ടീച്ചർ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.